മരം കളിച്ചിട്ടുണ്ട്. എന്നാൽ എലിസബത്തിന്റെ വായിന്ന് തന്നെ അതിനൊരു ഒടുക്കം അങ്ങ് വീഴുകയാണ്. വേറൊന്നുമല്ല, തോക്കെടുത്ത് ബാല ഭീഷണിപ്പെടുത്തി. ഇത് തന്നെയാണ് എലിസബത്തിന്റെ വായിന്ന് വീഴുന്നത്. അതുപോലെ എലിസബത്ത് ആ കാറിന്റെ അകത്തുണ്ട്. അതാണ് മറ്റൊരു സത്യം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. ഇവന്റെയൊക്കെ ഭീഷണിക്ക് പുറത്ത് എലിസബത്തിന് അങ്ങനത്തെ ഒരു ഗതികെട്ട അവസ്ഥ അവിടെ വന്നിരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അത് തികച്ചും പരിതാപകരമാണെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതുപോലെ ഈ എലിസബത്ത് പറയുന്ന വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് ആറാട്ടെണ്ണം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമുക്ക് കേട്ടു നോക്കാം. ബാലയെക്കുറിച്ച് എലിസബത്ത് പറയുന്ന മുഴുവൻ സത്യങ്ങളാണ്. അതിന് സാക്ഷിയാണ് ഞാൻ. ബാലയുടെ അടുത്ത് പല പെണ്ണുങ്ങളും ബാലയുടെ വീട്ടിൽ വരുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടുമാണ് എന്നെ വീട്ടിൽ വിളിച്ചു വരുത്തി അടിച്ചതാണ്. രണ്ടാമത്തെ അടിച്ചപ്പോൾ പറഞ്ഞു ഒരു കള്ള വീഡിയോ എന്നെ വെച്ച് എടുത്തു. അതിന് പറഞ്ഞു എൻ്റെ വീടറിയാം, വീട്ടിൽ വന്ന് അടിക്കുമെന്നുള്ള പറഞ്ഞു. ഇയാളുടെ അരിവാൾ ആ വാളെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അടുത്ത് കാണിക്കാൻ വന്നതാണ്. എലിസബത്ത് പറയുന്ന മുഴുവൻ സത്യങ്ങളാണ്. ടേക്ക് എ ബ്രേക്ക് മൂവ് ഫോർവേഡ് എലിസബത്തിനോട്ട് ഞാൻ മെസ്സേജ് അയച്ചപ്പോൾ ആദ്യം ഇയാൾ വേറെ രീതിയിൽ വളച്ചൊടിച്ചു. ഇയാൾ ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളാണ്. എനിക്കിതുകൊണ്ട് ഒരുപാട് നഷ്ടമുണ്ട്. കാരണം എൻ്റെ തോക്കിൻ്റെ കേസ് ഇപ്പോൾ വാദിക്കുന്ന ബാലയുടെ അഡ്വക്കേറ്റാണ്. ഇവർ ഭാരം വെക്കും എനിക്ക്. സത്യം എനിക്ക് പറയാൻ നിവൃത്തിയില്ല. എനിക്ക് എന്തൊക്കെ നഷ്ടം ഉണ്ടായാലും ഞാൻ ബാലയെ പറ്റുന്ന സമയത്ത് ഒരു പാലക്കാരനൊരു പെണ്ണ് വരുമായിരുന്നു. അതിനെക്കുറിച്ച് എലിസബത്ത് ബാലയുടെ മുമ്പിൽ വെച്ചാണ് എന്നോട് ചോദിച്ചത്. രണ്ടുമാണ് എന്നെ വീട്ടിൽ വിളിച്ചു ഫിസിക്കൽ വയലൻസ് നടത്തിയ ആളാണ്. എലിസബത്താണ് ബാലയെ അശ്ലീൽ കണ്ടപ്പോൾ മുഴുവൻ നോക്കിയത്. എന്നിട്ട് ഒരു നന്ദില്ലാത്ത രീതിയിലാണ് എലിസബത്ത് ശരിയല്ല എന്നോട് ബാല പറഞ്ഞു. ബാല ജീവിതത്തിൽ അഭിനയിക്കുന്ന ആളാണ്. ബാലയുടെ കയ്യിൽ തോക്കുണ്ടായിരുന്നു. എന്തായാലും ഒരാളിങ്ങനെ ഉപദ്രവിക്കരുത്. ഒരുപാട് പേര് ഉപദ്രവിച്ചിട്ടുണ്ട്. ആ കൂട്ടത്തിൽ എന്നെ ഉപദ്രവിച്ചിട്ടുണ്ട്. ഞാൻ പറയുന്ന സത്യങ്ങളാണ്. ആറാട്ടെണ്ണം പറയുന്നതെന്നും നമ്മൾ ഒരിക്കലും അങ്ങനെ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ നിൽക്കേണ്ട. പക്ഷെ ഇവിടെ ആറാട്ടെണ്ണം പറയുന്ന സത്യമാവും. മേ ബി എലിസബത്ത് ആ കാറിന്റെ അകത്തുണ്ടായ എലിസബത്ത് പറയുന്നത് സത്യമാണെന്നുള്ള രീതിയിലാണ് ആറാട്ടെണ്ണം പറയുന്നത്. പക്ഷെ ആറാട്ടെണ്ണം എന്നൊരു സ്വഭാവമുണ്ട്. അപ്പ കാണുന്നവൻ അപ്പ എന്ന് വിളിക്കും. ആ ഒരു ടൈപ്പാണ് ആറാട്ടെണ്ണം. ഇന്നിങ്ങനെ പറഞ്ഞാൽ നാളെ വേറൊന്നും മാറ്റി പറയും. അങ്ങനത്തെ ഒരു വൃത്തികെട്ട ക്യാരക്ടറായിട്ടാണ് ആറാട്ടെണ്ണന്റെ പെരുമാറ്റത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ളത്. അതുകൊണ്ട് ആറാട്ടെണ്ണം പറയുന്നത് ഞാൻ കാര്യത്തിൽ എടുക്കുന്നില്ല. എങ്കിലും ആറാട്ടെണ്ണൻ ഇവിടെ എലിസബത്തിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് സംസാരിക്കുന്നത്. എലിസബത്ത് പറയുന്നതെല്ലാം സത്യമാണെന്നുള്ള രീതിയിൽ. സത്യം പറഞ്ഞ ബാല എന്ന് പറയുന്ന ഒരു നടന് ആയിരുന്നു. മനസ്സിലായോ? നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കണം. ആയിരുന്നു. ഇന്ന് ബാല എന്ന് പറയുന്ന നടനെയും വ്യക്തിയെയും വെറുക്കുകയാണ് മലയാളികൾ. അതാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്ന മറ്റൊരു സത്യം. ഇതൊക്കെ കാണുമ്പം പുച്ഛം മാത്രമാണ് മിസ്റ്റർ ബാല നിങ്ങളോട് തോന്നുന്നത്. എന്തിനാണ് നിങ്ങൾ ഈ ഒരു മാസൊക്കെ കാണിക്കുന്നത്, അല്ലെ അടിയിൽ കൂടി ഈ ഒരു ഡ്രാമ കളിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറിയാൻ പാടില്ല. ചെകുത്താൻ പറയുന്ന കേട്ടോക.